നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ജപ്പാനിൽ നിന്നും 10 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യയിലേക്ക്. സെമി കണ്ടക്ടറുകൾ, ക്വാണ്ടം സാങ്കേതികവിദ്യ, പ്രതിരോധം, ഊർജ്ജം തുടങ്ങിയ മേഖലകളിൽ സഹകരണം ശക്തമാക്കും. ധാരണയായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി സനെ തകിച്ചിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ. വിഴിഞ്ഞം ഓഹരി വിൽക്കലിൽ ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷം. 25%-ത്തിലധികം ഓഹരി കൈമാറാൻ സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണമെന്നും അദാനി ഗ്രൂപ്പിന്റേത് കരാർ ലംഘനമെന്നും പിണറായി വിജയൻ. സർക്കാർ തീരുമാനം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയുടെ പഠനത്തിന് ശേഷം തീരുമാനം രാജ്യസുരക്ഷ ഉൾപ്പെടെ കണക്കിലെടുത്ത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ ആർ ചന്ദ്രശേഖരൻ അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയതായി സർക്കാർ ഹൈക്കോടതിയിൽ. അനുമതി ഉത്തരവ് ഹാജരാക്കാൻ 2 ദിവസത്തെ സാവകാശം തേടി സർക്കാർ. തീരുമാനങ്ങൾ ബോർഡ് കൂട്ടായി എടുത്തതാണെന്ന് ചന്ദ്രശേഖരൻ. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം. സംസ്ഥാനത്ത് അതിശക്ത മഴയ്ക്ക് സാധ്യത. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ. ഹിമാചൽ പ്രദേശിൽ മണ്ണിടിച്ചിൽ, 4 മരണം. ജമ്മു കാശ്മീരിൽ മേഘവിസ്ഫോടനം. ഡൽഹിയിൽ റെഡ് അലർട്ട്. മുംബൈയിലും ജനജീവിതം ദുസ്സഹം. ബംഗാളിൽ മമതാ ബാനർജിക്ക് തിരിച്ചടി. പാർട്ടി ചിഹ്നവും നഷ്ടമാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് പ്രതിപക്ഷ നേതാവ് റിബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള 10-അംഗ TMC പ്രതിനിധി സംഘം. ഫിഫ ലോകകപ്പിൽ അമേരിക്കയും ബെൽജിയവും പ്രീ ക്വാർട്ടറിൽ നോക്കൌട്ടിൽ ഇന്ന് 12:30 സ്പെയിൻ ഓസ്ട്രിയ പോരാട്ടം. പോർച്ചുഗൽ ക്രൊയേഷ്യ മത്സരം പുലർച്ചെ 4:30. തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ പൈലിംഗ് യന്ത്രം ട്രാക്കിലേക്ക് ചരിഞ്ഞ അപകടം. ഇതേ തുടർന്ന് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തുനിന്ന് വീണ ക്രെയിനിൻ്റെ ഭാഗം ഉയർത്തി. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു സംഭവം. കൂടുതൽ വിശദാംശങ്ങളുമായി ആതിര ചേരുന്നുണ്ട്. ആതിര, ഇപ്പോൾ അതിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ടോ? ഗതാഗതം പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ടോ? എന്താണ് റെയിൽവേയുടെ വിശദീകരണം? രാജേഷ്, ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരുന്നു ഈ പൈലിംഗ് മെഷീൻ ഇത്തരത്തിൽ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഒരു ഷീറ്റിന് മുകളിലേക്ക് വീഴുന്നത്. അതിനുശേഷം 2 മണിയോടുകൂടി തന്നെ ഉയർത്താനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചെങ്കിലും ഇപ്പോൾ ഏകദേശം 6 മണിയായി. 3 മണിക്കൂറിൻ്റെ പരിശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വീണിട്ടുള്ള യന്ത്രത്തിൻ്റെ ഭാഗം ഉയർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഹൈഡ്രോളിക് ക്രെയിൻ ഉപയോഗിച്ച് എത്തിച്ചുകൊണ്ടാണ് അത് ഉയർത്താനുള്ള ശ്രമം ആദ്യഘട്ടം മുതൽ നടന്നിരുന്നത്. ഇപ്പോൾ ഏകദേശം ഉയർത്താനുള്ള ആ ഒരു ശ്രമം വിജയം കണ്ടു എന്ന് വേണം പറയാനായിട്ട്. ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പണികൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്രെയിൻ പൈലിംഗ് മെഷീൻ ഇവിടെ എത്തിച്ചത്. അത് ചതുപ്പിൽ താഴ്ന്നാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. അപകടത്തിൽ ഇതുവരെ ആർക്കും പരിക്കൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അവിടെ ആ സമയത്ത് അധികം ആളുകളില്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലൊരു ആളുകളുടെ പരിക്കുകളിലേക്കൊന്നും കാര്യങ്ങൾ നീങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഈ പൈലിംഗ് മെഷീൻ ഇപ്പോൾ നിലവിൽ ഉയർത്താൻ സാധിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പൂർണ്ണമായ രീതിയിൽ ഉയർത്തി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് ഈ യന്ത്രത്തിൻ്റെ ഭാഗം വീണതുകൊണ്ട് തന്നെയാണ് ഈ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് റെയിൽവേ അധികൃതർ അറിയിച്ചത്. അതുവഴി വരുന്ന ട്രെയിനുകൾ മറ്റ് പ്ലാറ്റ്ഫോമുകൾ വഴി കടന്നു പോകാനുള്ള സൗകര്യമൊക്കെ തന്നെ റെയിൽവേ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ യന്ത്രഭാഗം ഇപ്പോൾ നിലവിൽ ഉയർത്താൻ സാധിച്ചതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും റെയിൽവേ ട്രാക്ക് വഴി ട്രെയിനിൻ്റെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് റെയിൽവേ നമുക്കിപ്പോൾ നൽകുന്ന അറിയിപ്പ്. ആതിരയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ തീരുമാനം. ഡൽഹിയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകൈച്ചിയും തമ്മിൽ ധാരണയായത്. നിർമ്മിത ബുദ്ധി, പ്രതിരോധം, അതോടൊപ്പം തന്നെ ഊർജ്ജം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ജപ്പാൻ 10 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യയിൽ നടത്തും. ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. നിർമ്മിത ബുദ്ധി, പ്രതിരോധം, ഊർജ്ജം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ കൂടുതൽ സഹകരിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. സെമി കണ്ടക്ടറുകൾ, നിർണായക ധാതുക്കൾ, ക്വാണ്ടം സാങ്കേതികവിദ്യ, ആരോഗ്യ സംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ഉച്ചകോടിയിൽ തീരുമാനമായി. നിർമ്മിത ബുദ്ധി മേഖലയിൽ വിവിധ ഇന്ത്യൻ, ജാപ്പനീസ് സ്ഥാപനങ്ങൾ തമ്മിൽ കരാറുകളിൽ ഒപ്പിട്ടു. പ്രതിരോധ രംഗത്തും സുപ്രധാനമായ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. സംയുക്ത പ്രതിരോധ വികസന പദ്ധതിയായ യൂണിക്കോൺ നേവൽ റേഡിയോ ആന്റിന സംബന്ധിച്ച കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത്. ഇന്ത്യയിലുടനീളം 1000 ബയോഗ്യാസ് പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനായി ഇന്ത്യ ജപ്പാൻ ബയോഗ്യാസ് ഇനിഷ്യേറ്റീവാണ് മറ്റൊരു സുപ്രധാന തീരുമാനം.
സാങ്കേതിക വിദ്യയിൽ ഊന്നിയുള്ള പങ്കാളിത്തം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തിന്റെ ഏറ്റവും ശക്തമായ അടിസ്ഥാനമായി മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജാപ്പനീസ് പ്രധാനമന്ത്രി സനായി തകായിച്ചിയും പ്രഖ്യാപിച്ചു. भारत और जापान दोनों इकोनॉमिक सिक्योरिटी और एनर्जी सिक्योरिटी का महत्व अच्छी तरह समझते हैं. इसी दिशा में आज हमने इकोनॉमिक सिक्योरिटी के लिए एक ज्वाइंट रोड मैप तैयार किया है. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ജാപ്പനീസ് കമ്പനികളുടെ എണ്ണം ഇരട്ടിയാകാനാണ് ഇരു രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്ന് ആധുനിക സാങ്കേതിക വിദ്യയിലേക്കും ആഗോള തന്ത്രപ്രധാന മേഖലകളിലേക്കും ഇന്ത്യ ജപ്പാൻ ബന്ധം വളരുന്നതിന്റെ സൂചനയാണ് ഉച്ചകോടിയിലെ തീരുമാനങ്ങൾ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. വിഴിഞ്ഞത്തെ അദാനി MSC ഓഹരി കൈമാറ്റത്തിൽ സർക്കാർ അനുമതി വിശദമായ പഠനത്തിന് ശേഷം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റി പരിശോധിക്കും. രാജ്യസുരക്ഷ ഉൾപ്പെടെ കണക്കിലെടുത്തായിരിക്കും തീരുമാനം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി രൂപീകരിച്ച അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ നിക്ഷേപം നടത്താൻ MSC ഷിപ്പിംഗ് കമ്പനി ഉദ്ദേശിക്കുന്നുവെന്നും ഇതിനായി സർക്കാർ അനുമതി വേണമെന്നുമാണ് അപേക്ഷയിൽ അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തുറമുഖ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അദാനി കമ്പനി സർക്കാരിന്റെ അനുമതിക്കായി കത്ത് നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനും വിസിൽ MDക്കുമാണ് കത്ത് നൽകിയിരിക്കുന്നത്. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പ് രേഖാമൂലം അനുമതി തേടിയിട്ടില്ലെന്നും വാർത്തകളിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചതിന് മണിക്കൂറുകൾക്കകമാണ് അദാനി ഗ്രൂപ്പിന്റെ നടപടി. അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിന് നൽകിയ അപേക്ഷ ഇന്ന് സർക്കാർ പരിശോധിക്കും. ഇതിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി എംപവേർഡ് കമ്മിറ്റി രൂപീകരിച്ചു. വിശദമായ പഠനത്തിന് ശേഷമായിരിക്കും സർക്കാർ തീരുമാനം. രാജ്യസുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനാ വിഷയമാകും. അതേസമയം സർക്കാരുമായുള്ള കരാർ വ്യവസ്ഥ ചൂണ്ടിക്കാട്ടുകയാണ് അദാനി ഗ്രൂപ്പ്. വാണിജ്യ പ്രവർത്തനം തുടങ്ങി 1 വർഷം കഴിഞ്ഞാൽ 74% വരെ ഓഹരി വിൽക്കാമെന്നാണ് കരാറെന്ന് അദാനി ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്നു. വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചത് 2024 ഡിസംബർ 24-നാണ്. കഴിഞ്ഞ ഡിസംബറോടെ വിൽപ്പനയ്ക്ക് അവകാശമായെന്നും അദാനിയുടെ വാദം. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനി കമ്പനിയുടെ 49% ഓഹരി MSCയുടെ ടെർമിനൽ വിഭാഗമായ TIL സ്വന്തമാക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. TILന് 27,000 കോടി രൂപ മൂല്യമുണ്ട്. 100-ലധികം കണ്ടെയ്നർ ടെർമിനലുകളും പ്രതിവർഷം 70 ദശലക്ഷത്തിലധികം TE ചരക്ക് നീക്കവുമാണ് ഇതിനുള്ളത്. MSCയുമായുള്ള പങ്കാളിത്തം പ്രധാന ആഗോള വിപണിയിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വാദം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിഴിഞ്ഞം ഓഹരി കരാറിൽ സർക്കാർ നാടിനെതിരായ നയം സ്വീകരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. MSCയുമായുള്ള അദാനിയുടെ ഓഹരി കൈമാറ്റത്തിൽ കരാർ ലംഘനം നടന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഓഹരി കൈമാറ്റം നടക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ മുൻകൂർ അനുവാദം വേണമെന്നാണ് നിയമം. എന്നാൽ അദാനി കമ്പനി ഓഹരി നൽകിയത് സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണോ എന്ന് വ്യക്തമാക്കണം. സർക്കാരിൻ്റെ അനുമതിയോടുകൂടിയാണ് കരാർ എന്നാണ് അദാനി കമ്പനി പറയുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. അദാനി വിഴിഞ്ഞം പോർട്ടിൻ്റെ 49% ഓഹരികൾ ബഹുരാഷ്ട്ര കുത്തക കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് MSC കൈമാറുന്നതിന് നീക്കം നടക്കുകയാണ്. അത് അദാനി ഗ്രൂപ്പ് തന്നെ വെളിപ്പെടുത്തിയതാണ്. അദാനി ഗ്രൂപ്പിന് അവരുടെ ഓഹരി കൈമാറ്റത്തിലൂടെ ലാഭമുണ്ടാക്കാനുള്ള ഒരു ഇടപാടാണ് ഇതാദ്യം. അത് പ്രത്യേകം കാണും. വിഴിഞ്ഞം തുറമുഖത്തിൽ അദാനിയുടെ ഷെയർ കൈമാറാൻ തീരുമാനിച്ചത് പത്രങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്ന് മുഖ്യമന്ത്രി പറയുന്നത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമല്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അദാനിയും VD സതീശനും തമ്മിലുള്ള ഡീലിൻ്റെ അടിസ്ഥാനത്തിൽ എന്തും ചെയ്യാമെന്ന രീതിയിലാണ് കാര്യങ്ങൾ നീക്കിയതെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. അതേസമയം ദേശാഭിമാനി പത്രത്തിലെ വിഴിഞ്ഞം അനുകൂല വാർത്തയെ അദ്ദേഹം തള്ളി. ഇപ്പോൾ 3000 കോടി പോലും ഇതുവരെ ചെലവാക്കാത്ത അദാനി കമ്പനി 13,000 കോടിക്ക് അവരുടെ ഷെയറിന്റെ 49% ഗവൺമെന്റ് സമ്മതമില്ലാതെ, അങ്ങനെയാണല്ലോ കാണേണ്ടത്, 25%-ലധികം ഷെയർ കൈമാറുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി മാത്രമേ സാധിക്കുള്ളൂ എന്നുള്ളതാണ് കരാറിലെ വ്യവസ്ഥ. ആ വ്യവസ്ഥയൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല. കാരണം ഞങ്ങളും VD സതീശനും തമ്മിലുള്ള ഡീൽ അടിസ്ഥാനപ്പെടുത്തി എന്തും തീരുമാനിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ തീരുമാനിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്നാണ് ഈ ഗുരുതരമായ പ്രത്യാഘാതം. ലോകത്തിലെ ശ്രദ്ധേയമായ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, തന്ത്രപ്രധാനമായ ഒരു തുറമുഖം കൂടിയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖം. അതിന്റെ രാജ്യരക്ഷാപരമായിട്ടുള്ള ഉത്തരവാദിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ അനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകാവൂ എന്നും ഒരു കാലഘട്ടത്തിൽ നൽകിയ ഭൂമി ചിലരുടെ കൈകളിൽ മാത്രം നിലനിൽക്കുന്നത് ശരിയല്ല എന്നും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സംസ്ഥാന സർക്കാർ അറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നും സംസ്ഥാനത്തിൻ്റെ ഭൂമി അന്യാധീനപ്പെട്ടു പോകരുതെന്നും അദ്ദേഹം പറഞ്ഞു.
മുഖ്യമന്ത്രി അത് നിയമസഭയിൽ തന്നെ പറഞ്ഞല്ലോ. കേരള ഗവൺമെൻറ് അറിയണം, ഇന്ത്യ ഗവൺമെൻറ് അറിയണം. കേരള ഗവൺമെൻറ്റിന് കത്ത് കിട്ടിയിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. ഞാൻ ആ സ്റ്റാൻഡ് തന്നെ പൂർണ്ണമായി വിശ്വസിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും സംസ്ഥാനത്തെ ഗവൺമെൻറ് കൂടി അറിയാതെ, ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് യഥാർത്ഥത്തിൽ അതിന് ചുറ്റുവട്ടത്തുള്ളത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ CBIക്ക് പ്രോസിക്യൂഷന് അനുമതി നൽകിയതായി സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ആർ ചന്ദ്രശേഖരൻ അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതായാണ് സർക്കാർ കോടതിയെ അറിയിച്ചത്. പ്രോസിക്യൂഷൻ അനുമതിയുടെ ഉത്തരവ് ഹാജരാക്കാൻ ജസ്റ്റിസ് A. ബദറുദ്ദീൻ നിർദ്ദേശിച്ചു. ഇതിനായി സർക്കാർ 2 ദിവസത്തെ സാവകാശം തേടി. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയ വിവരം സർക്കാർ ഇന്ന് കോടതിയെ അറിയിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റും മുൻ ചെയർമാനുമായ ആർ ചന്ദ്രശേഖരൻ, മുൻ MD KA രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയതായാണ് അഡ്വക്കേറ്റ് ജനറൽ കോടതിയെ അറിയിച്ചത്. പ്രോസിക്യൂഷൻ അനുമതിയുടെ ഉത്തരവ് ഹാജരാക്കാൻ ജസ്റ്റിസ് A. ബദറുദ്ദീൻ നിർദ്ദേശിച്ചു. എന്നാൽ വൈകിയാണ് ഉത്തരവിറങ്ങിയതെന്നും ഇത് ഹാജരാക്കാൻ 2 ദിവസം സമയം വേണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടു. തുടർന്ന് വിഷയം അടുത്ത ബുധനാഴ്ച വീണ്ടും പരിഗണിക്കാൻ കോടതി മാറ്റി. പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതിനെതിരായ കോടതിയലക്ഷ്യ കേസിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APA മുഹമ്മദ് ഹനീഷിന്റെ മാപ്പപേക്ഷയും കോടതി അന്ന് പരിഗണിക്കും. കഴിഞ്ഞ ദിവസം കോടതിയിൽ നേരിട്ട് ഹാജരായ അദ്ദേഹം ഖേദപ്രകടനം നടത്തുകയും രേഖാമൂലം മാപ്പപേക്ഷ നൽകുകയും ചെയ്തിരുന്നു. സർക്കാരിനെതിരെ ഹൈക്കോടതി കർശന നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ഹാജരാകേണ്ടി വന്നത്. ഇന്നലെയാണ് ആർ ചന്ദ്രശേഖരൻ അടക്കമുള്ളവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകി സർക്കാർ ഉത്തരവിറക്കിയത്. ഹൈക്കോടതിയുടെ നിരന്തര വിമർശനത്തിനും മുന്നറിയിപ്പുകൾക്കും പിന്നാലെയായിരുന്നു നടപടി. 2006 മുതൽ 2015 വരെയുള്ള കാലയളവിൽ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതിലും സംസ്കരണത്തിനായി കശുവണ്ടി പരിപ്പ് വാങ്ങിയതിലും കോർപ്പറേഷനിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് കേസ്. ഈ കാലയളവിൽ 1400 കോടി രൂപയുടെ കശുവണ്ടി ഇറക്കുമതി ചെയ്തതിൽ ഏകദേശം 500 കോടി രൂപയുടെ അഴിമതി നടന്നുവെന്നാണ് കണ്ടെത്തൽ. അമൃത ന്യൂസ്, കൊച്ചി. കശുവണ്ടി അഴിമതി കേസിൽ വിചാരണ ചെയ്യാൻ CBIക്ക് അനുമതി നൽകിയ സർക്കാർ നടപടിയിൽ പ്രതികരണവുമായി INTUC പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പ്രോസിക്യൂഷന് അനുമതി നൽകിയതിനെ സ്വാഗതം ചെയ്യുന്നു. വിചാരണയിൽ സത്യം തെളിയും. തട്ടിപ്പ് നടന്നതായി പറയുന്ന 10 വർഷത്തിൽ താൻ ചെയർമാനായത് 3 വർഷം മാത്രമാണ്. കോർപ്പറേഷനിലെ തീരുമാനങ്ങളെല്ലാം ബോർഡ് കൂട്ടായി എടുത്തതാണ്. 224 കോടി രൂപയുടെ ഇടപാട് നടന്നപ്പോൾ 2000 കോടിയുടെ അഴിമതി നടത്തിയെന്നാണ് മാധ്യമങ്ങൾ വാർത്ത നൽകിയത്. പരാതിക്കാരന് സ്വാർത്ഥ താല്പര്യമുണ്ടായിരിക്കാം. പുതിയ യൂണിയൻ ഉണ്ടാക്കുവാനുള്ള നീക്കം തടഞ്ഞതാണ് വൈരാഗ്യ കാരണമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് 2005 മുതൽ 15 വരെയുള്ള 10 വർഷക്കാലത്തെ ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ വന്നിട്ടുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിശോധിക്കാനാണ്. ഞാൻ ആ കോർപ്പറേഷനിൽ ചുമതലയെടുക്കുന്നത് 2012 4 ട്രേഡ് യൂണിയനുകളെയാണ് കേരള സർക്കാർ തൊഴിലാളി പ്രാതിനിധ്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള ഗവൺമെന്റ് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് പോലും വിടാതെ ധനബില്ല് പാസ്സാക്കാൻ മുഖ്യമന്ത്രി അനാവശ്യമായ ധൃതിയും വാശിയും കാട്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചില മദ്യക്കമ്പനികളെ സഹായിക്കുക എന്ന ഗൂഢലക്ഷ്യം ഇതിന് പിന്നിലുണ്ട്. ഇതേ രീതിയിൽ പാസ്സായാൽ പിന്നെ UDFിലെ ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു. സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധന കഴിഞ്ഞ് മാത്രമാണ് നികുതി നിർദ്ദേശങ്ങളുള്ള ഫിനാൻസ് ബിൽ സാധാരണഗതിയിൽ പാസ്സാക്കുക. പക്ഷേ ഇക്കാര്യത്തിൽ സബ്ജക്ട് കമ്മിറ്റി ചേരാൻ സമയം പോലും നിശ്ചയിച്ചില്ല. നികുതി നിർദ്ദേശത്തോടെയുള്ള ഫൈനാൻസ് ബില്ലാവുമ്പോൾ അതനുസരിച്ച് പുനഃക്രമീകരിക്കാൻ തയ്യാറാകണം. അതിനും സർക്കാർ തയ്യാറായില്ല. കേരള സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിലായി അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം രാജിവെച്ചു. കൗൺസിൽ സ്ഥാനത്ത് അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മലിനെ നിയമിച്ചതിനെ തുടർന്നാണ് രാജിക്കത്ത് സർവകലാശാല രജിസ്ട്രാർക്ക് കൈമാറി. VC ഏകാധിപത്യപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നതായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിച്ചു. സെനറ്റ് യോഗത്തിൽ നിന്നും VC ഇറങ്ങിപ്പോയി. കേരള സർവകലാശാല സ്റ്റാൻഡിംഗ് കൗൺസിൽ സ്ഥാനത്ത് നിന്ന് അഡ്വക്കേറ്റ് തോമസ് എബ്രഹാമിനെ മാറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഡോക്ടർ അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ചതിനെ തുടർന്നാണ് രാജി. VCക്കെതിരെ രാജിക്കത്തിൽ ഗുരുതര പരാമർശങ്ങളാണുള്ളത്.
തന്നെ മാറ്റാൻ VC-ക്ക് അധികാരമില്ലെന്നും സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയമിക്കാനോ നീക്കം ചെയ്യാനോ അധികാരമുള്ളത് സിൻഡിക്കേറ്റിനാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് VC-യും വാദിക്കുന്നുണ്ട്. ഇന്ന് ചേർന്ന സ്പെഷ്യൽ സെനറ്റ് യോഗത്തിൽ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതിഷേധിച്ചു. VC ജനാധിപത്യ മര്യാദകൾ ലംഘിക്കുന്നുവെന്നും കൃത്യമായ ഇടവേളകളിൽ നടക്കേണ്ട സെനറ്റ് യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ VC തയ്യാറാകുന്നില്ലെന്നും സിൻഡിക്കേറ്റ് അംഗം G. മുരളീധരൻ ചൂണ്ടിക്കാട്ടി. ഇദ്ദേഹം ഇവിടെ വന്ന ശേഷം റെഗുലർ സെനറ്റ് ചേരാറില്ല, സിൻഡിക്കേറ്റ് കൃത്യമായി ചേരാറില്ല, അക്കാഡമിക് കൗൺസിൽ ചേരാറില്ല. ഇന്നിപ്പം 4 മാസത്തിന് ശേഷം അദ്ദേഹം സ്പെഷ്യൽ സെനറ്റാണ് വിളിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഇന്നത്തെ സെനറ്റ് റെഗുലർ സെനറ്റ് വിളിക്കേണ്ടതാണ്. നേരത്തെ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സിൻഡിക്കേറ്റിന് വേണ്ടി തോമസ് എബ്രഹാം ഹാജരായിരുന്നു. അഡ്വക്കേറ്റ് ഗിരിജ ഗോപാലിനെ നിയമിച്ച VC-യുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ TR മനോജ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്ത് ന്യൂനമർദ്ദം രൂപപ്പെട്ടു. സീസണിലെ ആദ്യ ന്യൂനമർദ്ദമാണിത്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കർണാടക തീരം വരെ സമുദ്രനിരപ്പിൽ തീരദേശ ന്യൂനമർദ്ദ പാതയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 6-ാം തീയതി വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്ക് കിഴക്കൻ മേഖലകളിലും കനത്ത മഴ. ഹിമാചൽ പ്രദേശിൽ മഴയിലും മണ്ണിടിച്ചിലും 4 മരണം റിപ്പോർട്ട് ചെയ്തു. മുംബൈ, ഡൽഹി നഗരങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി. ജമ്മു കാശ്മീരിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് റോഡ് തകർന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത മഴ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും ഉയർന്ന പ്രദേശങ്ങളിൽ കനത്ത മഴ മണ്ണിടിച്ചിലിന് കാരണമായി. ഹിമാചലിൽ 4-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജമ്മു കശ്മീരിലെ ധോഡയിൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയമുണ്ടായി. റോഡും കെട്ടിടങ്ങളും തകർന്നു. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ 24 മണിക്കൂറായി മുംബൈ, താനെ, പൂനെ അടക്കമുള്ള നഗരങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. മുംബൈ നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടായി. അസം, അരുണാചൽ പ്രദേശ് തുടങ്ങി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയും വെള്ളപ്പൊക്കവും ജനജീവിതം ദുസ്സഹമാക്കി. ഓരോ സംസ്ഥാനങ്ങളിലെയും സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ടെന്നും സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഡൽഹി, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഇടവിട്ട ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. ഡൽഹിയിൽ അടുത്ത 24 മണിക്കൂറിലേക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തൃശൂർ മാരാങ്കോട് ഉന്നതിയിൽ കുടിലിന് മുകളിലേക്ക് മരം വീണു. മലക്കപ്പാറയിലെ വീരാൻകുടി, അരേക്കാപ്പ് ഉന്നതികളിലെ ആളുകൾ ഇപ്പോൾ താമസിക്കുന്ന മാരാങ്കോടാണ് സംഭവം. നിലവിൽ ഇവരുടെ കുടിലുകൾ അപകടാവസ്ഥയിലാണ്. അവരുടെ പുനരധിവാസം വൈകുന്നത് നേരത്തെ വാർത്തയായിരുന്നു. ജിഷ്ണു, ദേവിപ്രിയ, 9 മാസം പ്രായമുള്ള ദൻഷിയ എന്നിവർ താമസിക്കുന്ന കുടിലിന് മുകളിലേക്കാണ് ഇന്ന് പുലർച്ചെ മരം വീണത്. ട്രോളിംഗ് നിരോധനം തുടങ്ങി 23 ദിവസം പിന്നിട്ടിട്ടും സൗജന്യ റേഷൻ ലഭിക്കാതെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. സംസ്ഥാനത്ത് ജൂൺ 9 മുതലാണ് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയത്. ട്രോളിംഗ് കാലത്ത് കഴിഞ്ഞ 40 വർഷമായി തുടരുന്ന റേഷൻ വിതരണമാണ് ഇക്കുറി മുടങ്ങിയത്. ട്രോളിംഗ് നിരോധനം ആരംഭിക്കുമ്പോൾ റേഷൻ ലഭിക്കേണ്ടവരുടെ പട്ടിക ഫിഷറീസ് വകുപ്പ് സിവിൽ സപ്ലൈസ് വകുപ്പിന് നൽകും. തുടർന്ന് റേഷൻ കടകൾ മുഖേന വിതരണവും നടത്തും. സൗജന്യ റേഷൻ ആവശ്യമുള്ളവരിൽ നിന്നും ഫിഷറീസ് വകുപ്പ് ജൂൺ 9 മുതൽ ജൂൺ 15 വരെ അപേക്ഷ ക്ഷണിച്ചു. പട്ടിക തയ്യാറാക്കി സിവിൽ സപ്ലൈസ് വകുപ്പിന് കൈമാറാൻ 2 ആഴ്ചയോളം വൈകിയതാണ് പ്രതിസന്ധിക്ക് കാരണം. നിർധന കുടുംബങ്ങൾക്ക് കിലോക്ക് 2 ഉറുപ്പ്യ കിട്ടുന്ന അരിയുണ്ട്. 25 കിലോ അരി. ആ അരിയാണ് ഈ ട്രോളിംഗ് തൊഴിലാളികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ 50 ഉറുപ്പ്യൻ്റെ സൗജന്യ അരി പോലും ഇപ്പോൾ 1 മാസമാവാനായി ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം മത്സ്യസമ്പത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രോളിംഗ് നിരോധനം നടപ്പിലാക്കുന്നത്. അപ്പോൾ ആ മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിൽ സഹകരിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ത്യാഗം ചെയ്യുന്ന, സഫർ ചെയ്യുന്നൊരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ, അവർക്ക് 40 കൊല്ലം മുമ്പ് പ്രഖ്യാപിച്ച 4 ആഴ്ചത്തെ സൗജന്യ റേഷൻ പോലും കൊടുക്കാൻ വൈമുഖ്യം കാണിക്കുകയാണ്. ട്രോളിംഗ് കാലത്ത് നൽകി വരുന്ന സമ്പാദ്യ ധനസഹായ പദ്ധതിയും ഇത്തവണ വൈകിയിട്ടുണ്ട്. ട്രോളിംഗിന് മുമ്പേ മഴ കനക്കാത്തതും കാലാവസ്ഥാ പ്രതിസന്ധിയും കാരണം ജൂൺ വരെ മത്സ്യലഭ്യതയും കുറവായിരുന്നു. ട്രോളിംഗ് കാലത്തെ സൗജന്യ റേഷനും ധനസഹായവും അടിയന്തരമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട മുഹമ്മദ് റിയാസ് MLA ഫിഷറീസ് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ട്രോളിംഗ് എന്നാൽ മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിയുടെ മാസമാണ്. അതിനിടയിലാണ് റേഷൻ വിതരണവും താറുമാറായത്. ക്യാമറമാൻ KP ഷൈജുവിനൊപ്പം അനഘ റീച്ചാഭരതൻ, അമൃത ന്യൂസ്, കോഴിക്കോട്. കൊല്ലം അച്ചൻകോവിലിലെ ആദിവാസി കുഞ്ഞുങ്ങളുടെ അവഗണന, ഭാരക്കുറവുമായി ജനിച്ച ഇരട്ട കുഞ്ഞുങ്ങളെ പോറ്റാൻ മാർഗമില്ലാതെ ആദിവാസി ദമ്പതികൾ അഞ്ജു, സുനിൽ
ദമ്പതികൾക്കാണ് ഈ ദുരവസ്ഥ. അമ്മയ്ക്ക് മുലപ്പാൽ കുറവായതിനാൽ തിളപ്പിച്ചാറിയ വെള്ളമാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. ഗർഭകാലത്ത് ST പ്രൊമോട്ടർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നും ദമ്പതികൾ ആരോപിച്ചു. ഗർഭകാലത്ത് ലഭ്യമാക്കേണ്ട പോഷകാഹാരങ്ങൾ പോലും നൽകിയില്ല എന്നാണ് പരാതി. ഗർഭിണികൾക്ക് മാസം തോറും നൽകേണ്ട 2000 രൂപ ധനസഹായവും നൽകിയിട്ടില്ല. ആദിവാസി ദമ്പതികൾ അപേക്ഷ നൽകാത്തതിനാലാണ് പണം കൊടുക്കാത്തതെന്ന വിചിത്ര മറുപടിയാണ് ST പ്രൊമോട്ടർ നൽകുന്നത്. കുട്ടികൾ കിട്ടുന്നില്ല, പ്രസവ സമയത്ത് ഒരു പോഷകാഹാരങ്ങളും കിട്ടുന്നില്ല. പിന്നെ പ്രത്യേകിച്ച് വീട് നമുക്ക് ഇപ്പൊ വർഷങ്ങളായാലും അവർ ആ വീടിനെ കുറിച്ച് അന്വേഷിക്കുന്നുമില്ല. കല്യാണം കഴിച്ചവർ എത്ര കുടുംബം ഉണ്ടെന്ന് പോലും അവർ അന്വേഷിക്കത്തില്ല. എൻ്റെ ഭർത്താവിന് ജോലിക്ക് പോകാൻ പോലും പറ്റത്തില്ല, 2 പിള്ളേരായോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മള് ആശുപത്രി പോകണമെങ്കിൽ ഒരു വണ്ടി വിളിച്ചാൽ ട്രാവലിൽ നിന്ന് പ്രൊമോട്ടർമാർ അതിനെക്കുറിച്ച് അവരെ സഹായിക്കത്തില്ല. നമുക്ക് വണ്ടിയെക്കുറിച്ച് അവരെ സഹായിക്കത്തില്ല. നമ്മളെ സ്വന്തമായിട്ട് വണ്ടി വിളിച്ച് പോകണമെന്നാണ് ട്രാവൽ പ്രൊമോട്ടർ നമ്മളോട് പറയുന്നത്. പിന്നെ ട്രാവലിന് കിറ്റ് ഇതുവരെ കിട്ടിയിട്ടില്ല. നമുക്ക് 2 വർഷം കൊണ്ട് ആവുമെന്ന് തോന്നുന്നു കിറ്റ് കിട്ടിയിട്ട്. പിന്നെ നമുക്ക് ട്രാവലിൽ നിന്ന് കിറ്റുകൾ ഇപ്പൊ കിട്ടാറില്ല. പാല് പൊടിയാ കൊടുക്കുന്നത്. പൊടി ഇപ്പൊ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പൊടി വാങ്ങിച്ച്. നമ്മൾ പൊന്നലൂര് പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്, ജോലിയും കൂടെ ഇല്ലാത്തതുകൊണ്ട്. ബംഗാളിൽ മമതാ ബാനർജിക്ക് കനത്ത തിരിച്ചടി. പാർട്ടിയുടെ ചിഹ്നവും പേരും നേടിയെടുക്കാൻ വിമത നീക്കം തുടരുന്നു. ബംഗാൾ പ്രതിപക്ഷ നേതാവ് ഋബ്രത ബാനർജിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ TMC പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. ഋബ്രത ബാനർജി ബംഗാൾ സ്പീക്കറുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം നേരിട്ടതിന് പുറകെയാണ് MLA-മാരും MP-മാരും മമതയെ വിട്ട് വിമത നീക്കം നടത്തിയത്. ശബരിമലയിലെ താങ്ങുപീഠങ്ങൾ വീട്ടിലിരുന്നിട്ടും കാണാനില്ല എന്ന് കള്ളം പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടത്തിയ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുൻ ഭരണസമിതി ഗൂഢാലോചന നടത്തിയെന്നാണ് പ്രചാരണം. തൻ്റെ ഭരണസമിതി ചുമതലയേൽക്കുന്നതിന് മുമ്പ് തന്നെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശുന്നതിനുള്ള നീക്കം തുടങ്ങിയിരുന്നു. തന്നെ പ്രതി ചേർത്താൽ നിയമപരമായി നേരിടും. ഉദ്യോഗസ്ഥരുടെയും നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം തനിക്കുണ്ടെന്നും PS പ്രശാന്ത് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു ഗൂഢാലോചനയുണ്ട്. അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണോ അല്ലാതെ വ്യക്തിപരമായ ഗൂഢാലോചനയാണോ എന്നൊക്കെ അന്വേഷണം വേണം എന്നുള്ളതാണ് എൻ്റെ ഡിമാൻഡ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയതിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട്. എൻ്റെ ബോർഡിൻ്റെ കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ അവിടുത്തെ ഉദ്യോഗസ്ഥരൊന്നും ഇതിൽ ഗൂഢാലോചനയിൽപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അവർക്കുണ്ടായ ഒരു പിഴവ്, അത് കോടതിയെ അറിയിക്കാതെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് കുറ്റകരമായ പിഴവാണ്. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവന ക്രമക്കേടിൽ പ്രതികളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഡോളറും സ്വർണവും പിടിച്ചെടുത്തു. പ്രതികൾ അനധികൃത പണമിടപാട് നടത്തിയതിനും ഭൂമി വാങ്ങിയതിനും തെളിവുകൾ കണ്ടെത്തി. വിഷയം കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കും. അതേസമയം വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് പുനഃസംഘടിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അയോധ്യ സംഭാവന ക്രമക്കേടിലെ പ്രതികളുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. പ്രധാന പ്രതി അവിനാശ് ശുക്ല താമസിച്ച യോഗ സെന്ററിൽ നിന്നും ഡോളറും QR കോഡ് പതിപ്പിച്ച സംഭാവന പെട്ടിയും കണ്ടെത്തി. അവിനാശ് ശുക്ല ഉൾപ്പെടെയുള്ളവരുടെ ബാങ്ക് അക്കൗണ്ട് വിശദമായി പരിശോധിച്ചു. അവിനാശ് ശുക്ലയുടെ വീട്ടിൽ നിന്ന് 20 ലക്ഷം രൂപയും കരുണേഷ് പാണ്ഡെയുടെ പക്കൽ നിന്ന് 18 ലക്ഷവും പരിശോധനയിൽ പിടിച്ചെടുത്തു. കേസിലെ പ്രതികളുടെ വരുമാനത്തിൽ കവിഞ്ഞ സമ്പാദ്യവും അനധികൃത പണം ഭൂമി ഇടപാടുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചേക്കും. മുൻ ട്രസ്റ്റി അനിൽ മിശ്ര, ട്രസ്റ്റ് അംഗം ഗോപാൽ റായ് എന്നിവർക്കും ക്രമക്കേടിൽ പങ്കുള്ളതായി അന്വേഷണ സംഘത്തിന് മൊഴി ലഭിച്ചിട്ടുണ്ട്. കോടതി അനുമതിയോടെ പ്രതികളെ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതും തുടരും. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് പുനഃസംഘടിപ്പിക്കാനുള്ള ചർച്ച പുരോഗമിക്കുകയാണ്. ട്രസ്റ്റ് യോഗത്തിന് ശേഷം പുതിയ ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിക്കും. ഈ മാസം 6, 12 തീയതികളിലായി ട്രസ്റ്റ് യോഗം നടക്കുമെന്നും രാജിവെച്ച ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ നിലപാടുകൾ ശരിയാണെന്നും ട്രസ്റ്റി മഹന്ത് ദിനേന്ദ്രദാസ് മഹാരാജ് പറഞ്ഞു. बातचीत हुई लेकिन हमारे चमत्कार ठीक है, कमी हम देखे नहीं, कमी देखते नहीं, स्वयं बोलते देखे हैं कमी ऐसे नहीं. ട്രസ്റ്റിന്റെ CEO സ്ഥാനത്തേക്ക് വിരമിച്ച IAS ഉദ്യോഗസ്ഥനെ നിയമിക്കാനാണ് തീരുമാനം. അതേസമയം സംഭാവന ക്രമക്കേട് ഭക്തരുടെ വികാരങ്ങളെയും ക്ഷേത്ര സുരക്ഷയെയും ബാധിക്കുന്ന വിഷയമാണെന്ന് RSS വിലയിരുത്തിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. വാട്സാപ്പിൽ മൊബൈൽ ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ യൂസർ നെയിം ഉപയോഗിച്ച് ചാറ്റ് ചെയ്യുന്ന സംവിധാനം വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ നടപ്പാക്കൂ എന്ന് മെറ്റ.
കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. യൂസർ നെയിം സംവിധാനം ദുരുപയോഗം ചെയ്യാതിരിക്കാൻ സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ വിശദമാക്കാനും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. വാട്സാപ്പിൽ മൊബൈൽ ഫോൺ നമ്പർ വെളിപ്പെടുത്താതെ യൂസർ നെയിം ഉപയോഗിച്ച് ചാറ്റ് ചെയ്യുന്ന സംവിധാനം ഇതുവരെ പ്രയോഗത്തിൽ വന്നിട്ടില്ലെന്ന് മെറ്റ വ്യക്തമാക്കി. ആൾമാറാട്ടം ഉൾപ്പെടെ ദുരുപയോഗം തടയാൻ ആവശ്യമായ മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ ഇക്കാര്യം നടപ്പാക്കൂവെന്നും മെറ്റ അറിയിച്ചു. കേന്ദ്ര സർക്കാർ നോട്ടീസ് അയച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. യൂസർ നെയിം ഉപയോഗിച്ച് ചാറ്റ് ചെയ്യുന്നത് ഓൺലൈൻ തട്ടിപ്പ് ഉൾപ്പെടെ വിവിധ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും വിശദമായ ചർച്ചയ്ക്ക് ശേഷമല്ലാതെ പുതിയ സംവിധാനം ആരംഭിക്കരുതെന്നും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. വാട്സാപ്പ് വരുത്തുന്ന മാറ്റങ്ങൾ സൈബർ കുറ്റവാളികൾ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ സ്വീകരിച്ച മുൻകരുതൽ നടപടികൾ വിശദമാക്കാനും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൈബർ കുറ്റകൃത്യങ്ങളിലും സാമ്പത്തിക തട്ടിപ്പുകളിലും ഉൾപ്പെടുന്നവരെ കണ്ടെത്താൻ പുതിയ രീതി തടസ്സമാകുമോ എന്നും പരിശോധിക്കും. നമ്പറില്ലാതെ വാട്സാപ്പ് അക്കൗണ്ട് തുറക്കാനാകില്ലെന്നും യൂസർ നെയിം സെർച്ച് ചെയ്താണ് മെസ്സേജ് അയക്കുന്നതെങ്കിൽ സന്ദേശം ലഭിക്കുന്നയാൾക്ക് മുന്നറിയിപ്പ് നൽകുമെന്നും മെറ്റ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ നടപടികളിൽ തീരുമാനമാകാതെ ഇന്ത്യയിൽ പുതിയ സംവിധാനം പുറത്തിറക്കാൻ മെറ്റയ്ക്ക് സാധിക്കില്ല. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ഭൂട്ടാൻ വാഹന കള്ളക്കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാനെ കസ്റ്റംസ് വീണ്ടും ചോദ്യം ചെയ്യും. നികുതി വെട്ടിച്ച് കടത്തിയ വാഹനങ്ങൾ ആണെന്ന് അറിയില്ലായിരുന്നുവെന്ന ദുൽഖറിൻ്റെ മൊഴി കസ്റ്റംസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഭൂട്ടാനിൽ നിന്നും കടത്തിയ കൂടുതൽ വാഹനങ്ങൾ ദുൽഖർ സൽമാൻ്റെ പക്കൽ ഉണ്ടെന്നാണ് കസ്റ്റംസിൻ്റെ കണ്ടെത്തൽ. ഭൂട്ടാൻ വാഹനക്കടത്തിൽ ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിന് പിന്നാലെ ദുൽഖർ സൽമാനെ വീണ്ടും വിളിപ്പിക്കാനാണ് സാധ്യത. വാഹന കള്ളക്കടത്ത് റാക്കറ്റുമായി ബന്ധമില്ലെന്നും ദുൽഖർ സൽമാൻ കസ്റ്റംസിന് മൊഴി നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നികുതി വെട്ടിച്ച് കടത്തിയ വാഹനമാണെന്ന വിവരം അറിയില്ലെന്ന വിശദീകരണം പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല. ദുൽഖറിന്റെ കൈവശമുള്ള 4 വാഹനങ്ങളുടെ കൂടി വിവരങ്ങൾ കസ്റ്റംസ് തേടിയിട്ടുണ്ട്. ഇതും വാഹനക്കടത്ത് സംഘത്തിന്റെ കൈവശം നിന്നും വാങ്ങിയതാണെന്നാണ് കസ്റ്റംസ് കരുതുന്നത്. ഈ വാഹനങ്ങളുടെ കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ കസ്റ്റംസ് നിർദ്ദേശം നൽകി. രേഖകൾ പരിശോധിച്ച ശേഷം ദുൽഖറിനെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് നീക്കം. നേരത്തെ ദുൽഖറിന്റെ 4 വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പിന്നീട് കോടതി ഇടപെടലിനെ തുടർന്ന് ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെച്ചാണ് താരത്തിന് ഈ വാഹനങ്ങൾ വിട്ടുകിട്ടിയത്. അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ വാഹനങ്ങൾ ഹാജരാക്കണമെന്നും അനുമതിയില്ലാതെ സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോകരുതെന്നും കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. നടി ലക്ഷ്മിപ്രിയയ്ക്കെതിരെ പാലാരിവട്ടം പോലീസ് നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്ന് നടി അൻസിബ കോടതിയെ സമീപിച്ചു. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അൻസിബ ഹസന് ഹർജി സമർപ്പിച്ചത്. ഇതിനിടയിൽ ശ്വേതാ മേനോൻ പ്രസിഡന്റായ ഭരണസമിതി രാജി പ്രഖ്യാപനം നടത്തിയെങ്കിലും ഔദ്യോഗികമായി രാജിക്കത്ത് സമർപ്പിച്ചിട്ടില്ല എന്നൊരു വിവരവും പുറത്തുവരുന്നു. സമൂഹമാധ്യമങ്ങളിലൂടെ സംഘം ചേർന്ന് സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ നടി ലക്ഷ്മിപ്രിയ, ക്യാൻ ചാനൽ ഉടമ സുകുമാരൻ, സുരേഷ് എന്നിവരെ പ്രതികളാക്കിയാണ് അൻസിബ കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരിക്കുന്നത്. ഹർജി ഫയൽ സ്വീകരിച്ച കോടതി വിഷയത്തിൽ പാലാരിവട്ടം പോലീസിനോട് വിശദീകരണം തേടി. 9-ാം തീയതിക്കുള്ളിൽ പോലീസ് റിപ്പോർട്ട് നൽകണം. ഗൂഢാലോചനയിൽ നടി ശ്വേതാ മേനോന്റെ പങ്കിനെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന് അൻസിബ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ നടൻ ടിനി ടോമിനെതിരെ അൻസിബ നൽകിയ പരാതിയിൽ കേസെടുക്കാനാവില്ലെന്ന പോലീസ് റിപ്പോർട്ട് കോടതി തള്ളിയിരുന്നു. അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതി നിർദ്ദേശം നൽകി. കോടതി ഉത്തരവിനെ തുടർന്ന് ടിനി ടോമിനെതിരെ കടവന്ത്ര പോലീസ് കേസെടുത്തു. അൻസിബയെ ജിഹാദിയെന്നും മതതീവ്രവാദിയെന്നും പ്രചരിപ്പിക്കാൻ ടിനി ടോം ശ്രമിച്ചെന്ന് FIR-ൽ പറയുന്നു. അൻസിബയ്ക്കെതിരെ പരസ്യമായി അശ്ലീല ലൈംഗിക പരാമർശങ്ങൾ നടത്തിയെന്നും FIR-ലുണ്ട്. ചോദ്യം ചെയ്യാനായി ടിനി ടോമിനെ കടവന്ത്ര പോലീസ് ഉടൻ വിളിച്ചു വരുത്തും. അമ്മയിലെ ആഭ്യന്തര തർക്കങ്ങളുമായി ബന്ധപ്പെട്ടാണ് അൻസിബയുടെ പരാതി പൊതുസമൂഹത്തിൽ ചർച്ചയായത്. കഴിഞ്ഞ 21-ന് നടന്ന അമ്മ ജനറൽ ബോഡി യോഗത്തിൽ അംഗങ്ങൾ അവിശ്വാസം രേഖപ്പെടുത്തിയതിനെ തുടർന്ന് ശ്വേതാ മേനോൻ പ്രസിഡന്റായ ഭരണസമിതി രാജി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പ്രഖ്യാപനത്തിനപ്പുറം ഔദ്യോഗികമായി രാജിക്കത്ത് സമർപ്പിച്ചിട്ടില്ലെന്നാണ് വിവരം. അമ്മയുടെ ബൈലോ പ്രകാരമുള്ള നടപടികളും പൂർത്തിയാക്കിയിട്ടില്ല. അതുകൊണ്ട് രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അഡ്ഹോക് കമ്മിറ്റി സംഘടനയുടെ നിയമാവലി പ്രകാരം നിലനിൽക്കുന്നതല്ലെന്ന് ചില അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അമൃത ന്യൂസ്, കൊച്ചി. താരസംഘടനയായ അമ്മയിൽ പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഉൾപ്പെടെ ഭരണസമിതിയിലെ ആരും രാജി സമർപ്പിച്ചിട്ടില്ല എന്ന് രമേശ് പിഷാരടി. രാജി പ്രഖ്യാപിച്ചവർ അതിനെക്കുറിച്ച് വിശദീകരിക്കണം. ജനറൽ ബോഡിയാണ് ഭരണ നിർവഹണത്തിനായി തങ്ങളെ ചുമതലപ്പെടുത്തിയതെന്നും പിഷാരടി പറഞ്ഞു. അതേസമയം രാജി പ്രഖ്യാപനത്തിലൂടെ പൊതുസമൂഹത്തെ ഉൾപ്പെടെ ശ്വേതയും കൂട്ടരും പറ്റിച്ചുവെന്ന് ഗണേഷ് കുമാറും കുറ്റപ്പെടുത്തി. ശ്വേത അടക്കമുള്ള ആളുകളുടെ രാജി ഔദ്യോഗികമായി നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം അവർ അങ്ങനെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. രാജി പ്രഖ്യാപിക്കുന്ന ജനറൽ ബോഡിയിലാണ്. പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല സംഘടനയിലെ അംഗത്വവും രാജിവെച്ചു എന്നാണ് പറയുന്നത്. ശ്രീമതി വല്യ സുകുമാരനും ലക്ഷ്മിപ്രിയയും
രാജി ഇമെയിലിൽ അയച്ചിട്ടുണ്ട് എന്ന് ലക്ഷ്മിപ്രിയയുടേത് ഞങ്ങൾ കണ്ടിട്ടില്ല, അയച്ചിട്ടുണ്ട് എന്ന് കുക്കു പരമേശ്വരൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ദിവസം മാധ്യമങ്ങളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ പ്രഖ്യാപിച്ച് രാജി കൊടുക്കേണ്ട ചുമതല ഞങ്ങളുടെ ചുമതലയല്ല. ജനറൽ ബോഡിയുടെ തീരുമാനത്തെ നിരസിക്കാൻ ഒരു സംഘടനയ്ക്കും കഴിയത്തില്ല. ഏതൊരു പൗരനും ഇന്ത്യയിൽ കോടതിയിൽ പോകാം, നീതിക്ക് വേണ്ടി പോകാം. പക്ഷേ അവർ ശ്രമിക്കുന്ന നീതി എന്ന് പറയുന്നത് ഈ പാവങ്ങളുടെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന നീതിയാകരുതെന്ന് എനിക്ക് പറയാം. ലഹരി വിരുദ്ധ ക്യാമ്പയിനായ ഓപ്പറേഷൻ തൂഫാൻ കൂടുതൽ കരുത്തേകിക്കൊണ്ട് മലയാള സിനിമയിൽ ആദ്യമായി ഒരു സിനിമയുടെ മുഴുവൻ താരങ്ങളും അണിയറ പ്രവർത്തകരും തൂഫാൻ വാരിയേഴ്സായി. തിരുവനന്തപുരം ചിത്രാഞ്ജലിയിൽ നടന്ന ചടങ്ങ് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. സൈജു കുറുപ്പ് നായകനാകുന്ന ഹരിവരാസനം എന്ന ചിത്രത്തിലെ താരങ്ങളും അണിയറ പ്രവർത്തകരുമാണ് തൂഫാൻ വാരിയർമാരായി ലഹരിക്കെതിരെ പോരാട്ടത്തിൽ അണിനിരക്കുന്നത്. സിനിമയ്ക്കായി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ തയ്യാറാക്കിയ ശബരിമലയുടെ സെറ്റിൽ 18ാം പടിക്ക് മുന്നിൽ വെച്ച് ചരിത്രത്തിൽ ആദ്യമായി ഒരു സിനിമയുടെ മുഴുവൻ പ്രവർത്തകരും ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ മുന്നണി പോരാളികളായി. ആദ്യത്തെ തുഫാൻ വാരിയർ ശ്രീ മോഹൻലാലാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഒരു സിനിമാ താരമായിട്ട് ശ്രീ സൈജു കുറുപ്പാണ് മുന്നോട്ട്. വേറെ ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട്, പക്ഷേ സിനിമയിൽ രണ്ടാമത്തെ ആളാണ്. താങ്ക് യു വെരി മച്ച്. അടുത്തതായി ഞങ്ങളുടെ ഡയറക്ടർ ശ്രീ രാജേഷ് നായർ, പ്രൊഡ്യൂസർ അജിത് വിനായക, റൈറ്റർ ഡോക്ടർ അമ്പാടി, DOP സജ്ജാദ് കാക്കു, ആർട്ട് ഡയറക്ടർ രാഗി, കോസ്റ്റ്യൂം ഡിസൈനർ സ്റ്റെഫി സെക്രട്ടറി. സമൂഹത്തെ ശക്തമായി സ്വാധീനിക്കാൻ കഴിയുന്ന മാധ്യമമാണ് സിനിമ. അതുകൊണ്ട് തന്നെ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൽ സിനിമാ മേഖലയുടെ പങ്കാളിത്തം വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും. അണിയറ പ്രവർത്തകർ സമൂഹത്തിന് നൽകുന്ന ലഹരിയില്ലാത്ത സിനിമാ സെറ്റ് എന്ന സന്ദേശത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ നിന്നുള്ള ജനപങ്കാളിത്തം വിപുലപ്പെടുത്തുന്നതിനുള്ള ആഭ്യന്തര വകുപ്പിന്റെ ശ്രമങ്ങൾക്ക് പുതിയ ഊർജം പകരുന്നതാണ് ഈ മാതൃകാപരമായിട്ടുള്ള നീക്കം. നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദോഹയിൽ 2 ദിവസമായി തുടർന്ന US ഇറാൻ ആദ്യഘട്ട സമാധാന ചർച്ചകൾ പുരോഗതിയില്ലാതെ അവസാനിച്ചു. 2 ആഴ്ച മുമ്പ് വെടിനിർത്തൽ പ്രഖ്യാപിച്ച ഘട്ടത്തിൽ ധാരണയിലെത്തിയ താൽക്കാലിക കരാറിലെ ചില പ്രധാന നിർദ്ദേശങ്ങൾ മാത്രമാണ് 2 ദിവസങ്ങളിലായി ചർച്ച ചെയ്തത്. അമേരിക്കയുടെയും ഇറാന്റെയും സംയുക്ത സൈനിക ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമേ അടുത്ത ഘട്ട ചർച്ചകൾ ഉണ്ടാകൂ എന്ന് ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതവും ഇറാന്റെ മരവിപ്പിച്ച ഫണ്ടുകൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയങ്ങളുമാണ് 2 ദിവസങ്ങളിലായി നടന്ന ചർച്ചകളിൽ പ്രധാനമായും ഉയർന്നുവന്നത്. ഇരുകൂട്ടരും ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന പാകിസ്ഥാൻ, ഖത്തർ പ്രതിനിധികളുമായി വെവ്വേറെയായിരുന്നു കൂടിക്കാഴ്ച. ജൂണിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് നയിച്ച ധാരണാപത്രത്തിലെ വിഷയങ്ങളിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നും സ്വിറ്റ്സർലൻഡിൽ നടന്ന ഉച്ചകോടിയുടെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ ചർച്ചകളെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എക്സിൽ കുറിച്ചു. ഇറാനെ ആണവായുധ വിമുക്തമാക്കുന്ന ചർച്ചകൾ സജീവമായി മുന്നോട്ടു പോകുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവന തുടരുമ്പോഴും ദോഹ ചർച്ചകളിൽ വിഷയം പരിഗണിക്കപ്പെട്ടേയില്ലെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന സൂചന. ട്രംപിന്റെ മരുമകൻ ജേർഡ് കുഷ്ണറും US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫുമാണ് അമേരിക്കൻ സംഘത്തെ നയിച്ചത്. ഇറാൻ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ കാസിം ഗരിബാബാദിയാണ് ഇറാൻ നയതന്ത്ര സംഘത്തിന്റെ തലവൻ. ദോഹ ചർച്ചകൾ ഇന്ന് അവസാനിച്ചപ്പോൾ എണ്ണവില ബാരലിന് യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ്. $68 ഒരു ബാരൽ ക്രൂഡ് ഓയിലിന്റെ ഇന്നത്തെ വില. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. സംസ്ഥാന സർക്കാരിനെ അറിയിക്കുകയോ സർക്കാരുമായി കൂടിയാലോചന നടത്തുകയോ ചെയ്യാതെയാണ് അദാനി വിഴിഞ്ഞം പോർട്ടിലെ 49% ഓഹരി പങ്കാളിത്തത്തോടെ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി നിക്ഷേപം നടത്തുന്നതെന്ന പ്രഖ്യാപനമുണ്ടായതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ അതൃപ്തി മുഖ്യമന്ത്രി അദാനി സ്പോർട്സ് മാനേജ്മെൻറ്റിനെ അറിയിച്ചുവെന്നും സർക്കാർ അറിയിച്ചു. സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഓഹരി ഘടനയിൽ മാറ്റം വരുത്താനാകൂ. കൺസെഷൻ കരാറിലെ ബാധകമായ വ്യവസ്ഥകളും മറ്റ് നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പരിശോധിച്ചതിനു ശേഷം ഇക്കാര്യത്തിൽ സർക്കാർ തുടർ നിലപാട് സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. തൃശൂർ കൊടുങ്ങല്ലൂരിൽ കാറിന് മുന്നിലേക്ക് ഓടി വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഡ്രൈവറുടെ ജാഗ്രത മൂലം കാർ ഇടിക്കാതെ രക്ഷപ്പെടുത്തുകയായിരുന്നു. കൊടുങ്ങല്ലൂർ ഏറിയാട് ആണ് സംഭവം. റോഡിൻ്റെ മറുവശത്ത് നിൽക്കുന്ന അമ്മയെ കണ്ടാണ് കുട്ടി ഓടിയത്. ഏറിയാട് സ്വദേശി ഹൻഷാദാണ് വാഹനം ഓടിച്ചിരുന്നത്. കാസർഗോഡ് മദ്യപിച്ച് വാഹനമോടിച്ച ഇൻഫ്ലുവൻസർ പിടിയിൽ. ഹെലൻ ഓഫ് സ്പാർട്ട എന്നറിയപ്പെടുന്ന
SR തന്നെയാണ് പിടിയിലായത്. അണങ്കൂരിൽ വാഹന പരിശോധനയ്ക്കായി പോലീസ് കൈകാണിച്ചപ്പോൾ കാർ നിർത്താതെ അമിത വേഗത്തിൽ ഓടിച്ചു പോകുകയായിരുന്നു. തുടർന്ന് പോലീസ് കാറിനെ പിന്തുടർന്ന് ബിന്ദിയോട് ഭഗവതി നഗറിൽ വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു. പിന്നീടുള്ള പരിശോധനയിലാണ് മദ്യപിച്ചതായി കണ്ടെത്തിയത്. KSRTC പ്രിയദർശിനി യാത്രയ്ക്കെതിരെ കോഴിക്കോട് ജില്ലാ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കുക, സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടറി M. മെഹബൂബ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പിൽ സ്പെയിൻ ഇന്ന് ഓസ്ട്രിയയെ നേരിടും. ഇന്ന് അർദ്ധരാത്രി 12:30 മത്സരം. ഗ്രൂപ്പ് H പോരാട്ടത്തിൽ 3 മത്സരങ്ങളും ജയിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് സ്പെയിൻ റൗണ്ട് ഓഫ് 32 കടന്നത്. ഗ്രൂപ്പ് J പോരാട്ടത്തിൽ 1-3 ഗോളുകൾക്ക് ജോർദാനെ കീഴടക്കിയ ഓസ്ട്രിയ അൾജീരിയയുമായി 3-3 സമനില വഴങ്ങിയാണ് നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയത്.